ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഏറിയ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും തുടർന്നുള്ള അല്പസമയങ്ങൾ നമ്മൾ ഒരുമിച്ച് തിരുവചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മടങ്ങുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലെ തിരുമുഖത്തേക്ക് നോക്കാം. നമ്മൾ വായിച്ച അനുഗ്രഹീത സങ്കീർത്തനം 68-ാം സങ്കീർത്തനം. ഇസ്രായേൽ മക്കളുടെ ജീവിത ചരിത്രം ഏകദേശം അതിനകത്ത് വർണ്ണിക്കുന്നുണ്ട്. അവർ നേരിട്ട പ്രതിസന്ധികളിൽ ദൈവം അവർക്ക് കൊടുത്ത വിജയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്രകാരം കാര്യങ്ങളൊക്കെ അവിടെ വർണ്ണിക്കുന്നു. എന്നാൽ ഏറ്റവും അധികം ഈ സങ്കീർത്തനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് യഹോവയുടെ പെട്ടകം ഓബേദ്-ഏദോമിന്റെ ഭവനത്തിൽ 3 മാസം ഇരുന്നു. ആ പെട്ടകത്തെ യെരൂശലേമിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ആ രംഗത്ത് ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് പാടിയ പാട്ടാണ് ഈ 68-ാം സങ്കീർത്തനം. അതിൻ്റെ 1-ാം വാക്യത്തിൽ 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. പെട്ടകം ദൈവത്തിന് സാദൃശ്യം. പെട്ടകം മുന്നോട്ട് വരുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകുന്നൊരു കാഴ്ച. ഇത് കണ്ടുകൊണ്ട് സങ്കീർത്തനക്കാരൻ പാടുന്ന ഒരു മനോഹര ഗാനമാണ് 68-ാം സങ്കീർത്തനം. അതിൻ്റെ വിശദീകരണത്തിലേക്ക്, പശ്ചാത്തലത്തിലേക്ക് അധികം പോകാതെ ഒരു ചിന്ത ദൈവമക്കളോട് പങ്കുവെക്കുവാനാണ് ഞാൻ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ആ സങ്കീർത്തനത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കാം. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ കർത്താവ് ചെയ്യുന്നൊരു കാര്യം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നു. ഇംഗ്ലീഷ് KJV-യിൽ അത് കൊടുത്തിരിക്കുന്നത് അല്പം കൂടെ വ്യത്യസ്തമായ ഒരു ആശയമാണ്. വായിച്ചാട്ട് വേഴ്സ് 19. Blessed be the Lord who daily loads us with benefits, the Lord of our salvation. നന്മ കൊണ്ട് എന്നെ നിറയ്ക്കുന്ന കർത്താവ്. ചില ട്രാൻസ്ലേഷൻ കൊടുത്തേക്കുന്ന ലോഡിങ് വിത്ത് ബെനിഫിറ്റ്സ്. അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഭാരമല്ല, ഭാരം നന്മയാണ്. അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് കാണും. കർത്താവിൻ്റെ വചനത്തെ ഞാൻ വേണ്ടി പറയുന്നു, നാൾത്തോറും ഭാരം ചുമക്കും. അപ്പം എൻ്റെ ഭാരം എന്നെ സംബന്ധിച്ചുള്ള ഒരു ഭാരമല്ല, പകരം ഇതൊരു നേട്ടമാണ്, നന്മയാണ്. ഒരു ലളിത ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം വേഗത്തിൽ മനസ്സിലാകും. ഏതെങ്കിലും ഒരു സഹോദരന്, അച്ചായന് ഒരു റബ്ബർ തോട്ടം താൻ താമസിക്കുന്നിടത്ത് നിന്ന് അല്പം അകലെ ഉണ്ടെന്ന് കരുതുക. താൻ ആഴ്ചയിൽ ഒരിക്കൽ പോയി ഷീറ്റ് ചുമ്മിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. ഒരു 10-15 ഷീറ്റും തോളയിൽ വെച്ചുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ താൻ അതും കൊണ്ട് ഒരു വഴിയൊന്നുമില്ലാത്ത വഴിയിൽ കൂടെ കഷ്ടപ്പെട്ട് നടന്നു വരുന്നത് കണ്ട മറ്റൊരാൾ പറഞ്ഞു, അച്ചായന് ഭയങ്കര ഭാരമായില്ലേ, അച്ചായൻ ഈ ഭാരവും ചുമ്മിക്കൊണ്ട് വരുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം അച്ചായൻ്റെ ഈ ഭാരം ഒന്ന് മാറാൻ. ഈ അച്ചായൻ്റെ മറുപടി എന്തായിരിക്കും? എടാ പ്രാർത്ഥനക്കാരാ, പ്രാർത്ഥിച്ച് എൻ്റെ ഭാരം മാറ്റല്ലേ. ആഴ്ചയിൽ ഒരിക്കലാണ് 15 കിട്ടുന്നത്, ദിവസം 15 കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ റബ്ബർ ഷീറ്റ് തലയെ വെച്ചുകൊണ്ട് വരുന്ന അച്ചായനോട് ചോദിച്ചു, ഇത് ഭാരമാണോ? പിന്നെന്തോ ഇത് നേട്ടമാണ്. നമ്മൾ പലപ്പോഴും ഭാരത്തെ ഭാരമായിട്ട് കാണുന്നതുകൊണ്ടാണ് എന്നും ഭാരമാണ്, എന്നും വേദനയാ, എന്നും പ്രശ്നമാണ്. ഈ ഭാരത്തെ നേട്ടമായിട്ടൊന്ന് കാണാം. ദൈവം നമുക്ക് തരുന്ന ചില ഭാരങ്ങൾ എനിക്ക് നേട്ടത്തിന്. ഞാൻ ആ ഉദാഹരണം തന്നെ പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന് ആ ഷീറ്റ് ഇല്ലായിരുന്നെങ്കിൽ, ആ ഭാരമില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വരുമാനം ഓടുന്നു. ദൈവം ചില നന്മ തരാൻ ചില ഭാരം തരും.
എന്നിട്ട് പറയുന്നു, ഭാരത്തെ നേട്ടമായിട്ടൊന്ന് കാണാമോ? ഇത് ഭാരമായി തീരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇത് ഞാനങ്ങ് ഏറ്റെടുക്കുമ്പോഴാണ്. 55-ാം സങ്കീർത്തനത്തിന്റെ 17-ാം വാക്യം നമുക്കറിയാമെങ്കിൽ ഒന്ന് വായിച്ചു തരാം. സോറി, 25-ാം ഒന്ന് വായിച്ചേ. 22-ാം വാക്യം, 22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അങ്ങനെയെങ്കിൽ ഭാരം നേട്ടമാകുന്നത് എപ്പോഴാണ്? ഞാൻ അങ്ങ് ദൈവത്തിൽ ഇട്ടാൽ മതി. ഞാൻ വീണ്ടും പറയുന്നു, ആ ഉദാഹരണം തന്നെ ഒന്ന് എടുക്കാം. ഈ ഭാരവും ചുമ്മിക്കൊണ്ട് ആ റോഡിൽ വന്നപ്പോൾ എനിക്ക് യാത്ര ചെയ്യാനൊരു വാഹനമുണ്ട്. ഞാൻ ഇത് എടുത്ത് ആ വാഹനത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി. എന്നാൽ എനിക്ക് വാഹനം വേണ്ട. കൊണ്ടൊരു കഥ കേട്ടിട്ടുണ്ടല്ലോ, വണ്ടിയെ കയറ്റിയപ്പോഴും തലയെ ചുമടും വെച്ചുകൊണ്ട് പോയതുപോലെ. നമുക്ക് ദൈവം ഈ എൻ്റെ ഭാരം ചുമക്കാൻ എനിക്ക് കർത്താവുണ്ട്. അവിടെ എഴുതി, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്താം, നിന്റെ ഭാരം ഏറ്റെടുക്കാമെന്ന് എൻ്റെ കർത്താവ് പറഞ്ഞു. ഇന്ന് പകൽ ദൈവമക്കളോട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, എൻ്റെ ഭാരം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞൊരാൾ എനിക്കുണ്ടെങ്കിൽ, എൻ്റെ ഭാരം എന്നെ സംബന്ധിച്ചോളം ഭാരമല്ല, ഇത് നേട്ടമാണ്. എൻ്റെ ഭാരം ഞാൻ കർത്താവിൻ്റെ മേൽ ഇട്ടു കഴിഞ്ഞു, ഇനിയും കർത്താവ് അതും കൊണ്ട് പൊക്കോളൂ. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ആ ഭാരം ഞാൻ ആ വാഹനത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി വാഹനം അത് കൊണ്ടുപോക്കോളും. ഞാൻ സ്വസ്ഥമായിട്ട് ആ വാഹനത്തിൽ ഇരുന്നാൽ മതി. കാഴ്ചപ്പാട് മാറാമോ? ഭാരത്തെ നമുക്ക് നേട്ടമാക്കാം. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ചരിത്രം വേദവസം നമ്മൾ പഠിച്ചു വിടുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ യാത്രകൾ 40 വർഷത്തെ യാത്രാവേളകളിൽ 41 സ്ഥലത്ത് അവർ ക്യാമ്പ് ചെയ്തു. ഒന്ന് ഓർത്ത് നോക്കണം, ഒരു വല്ലാത്ത ട്രാൻസ്ഫറാണ്. 40 വർഷത്തിനിടെ 41 ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിന്റെ ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ രസകരമാണ്. ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം, സംഖ്യാപുസ്തകം നിർത്താട്ടെ. 9-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചേ. അതിന്റെ തൊട്ട് മുകളിലത്തെ 1-2 വാക്യം കൂടെ ചേർത്ത് വായിച്ചോളൂ. ആ ഭാഗത്ത് നമ്മൾ വായിച്ചപ്പോൾ ഇവരുടെ ആ ട്രാൻസ്ഫറിന്റെ വലിപ്പം നിങ്ങൾ കണ്ടല്ലോ, സാധ്യതകൾ കണ്ടല്ലോ. അവിടെ വായിച്ചത് മേഘം പൊങ്ങുന്നതാണ് ഇവരുടെ യാത്ര. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എവിടെ കൂടാരം അടിക്കണം എന്ന് വാട്സാപ്പ് മെസ്സേജ് കൊടുക്കാൻ സൗകര്യമൊന്നുമില്ല. പിന്നെ ഇവർക്ക് എങ്ങനെ മനസ്സിലാകും ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യണം? മേഘം ഇവർക്ക് മുമ്പായി അല്ലെങ്കിൽ മുകളിലൂടെ പൊക്കോണ്ടിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ആകാശത്ത് മേഘസ്തംഭം. ഈ മേഘം ഒരിടത്ത് നിൽക്കുമ്പോൾ ഇവർക്ക് തണലാകുമ്പോൾ ഇവർക്ക് മനസ്സിലായി ഞങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്യണം. എപ്പോൾ പോകണമെന്നുള്ളത് മേഘം പോകുമ്പോൾ വെയിൽ തട്ടും, ചൂട് തട്ടുമ്പോൾ മനസ്സിലായി ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, മേഘത്തോടൊപ്പം പോകുന്നു. ഈ മരുഭൂമിയിലൂടെ ഞാൻ പറഞ്ഞത് 40 വർഷം യാത്ര ചെയ്ത യാത്രാവേളയിൽ 41 സ്ഥലത്ത് ഇവർ ക്യാമ്പ് ചെയ്തു. ഈ ക്യാമ്പിന്റെ ചില പ്രത്യേകത അവിടെ നമ്മളിപ്പം വായിച്ച ഭാഗത്ത് 21-ാം വാക്യത്തിൽ വായിച്ചെടുത്ത് ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിച്ചു. 21 മതി. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചോണം, ചിലപ്പോൾ മേഘം സന്ധ്യ മുതൽ ഉഷസ് വരെ. വൈകിട്ട് 6 മണിയായപ്പോൾ മേഘം സ്റ്റോപ്പ്. ഉടനെ ഇവർ പറഞ്ഞു നമുക്കിവിടെ ക്യാമ്പ് ചെയ്യാം. ഓർക്കണം, കുടുംബങ്ങളാണ് വരുന്നത്. 6,35,550 കുടുംബങ്ങൾ. വേണ്ട സകല സാധനങ്ങളും ഇവരുടെ കയ്യിലുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു കുടുംബത്തിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടേക്ക് കൊണ്ട് ലാൻഡ് ചെയ്ത് താമസിക്കാമെന്ന് ആരംഭിച്ചപ്പോൾ രാവിലെ മേഘം പോയി.
12 മണിക്കൂറാണ് അവിടെ ക്യാമ്പ് ചെയ്യാൻ ദൈവം അനുവദിച്ചത്. വളരെ ഗൗരവത്തോടെ നമ്മൾ ഓർക്കണം. ഇസ്രായേൽ മക്കൾ പിറുപിറുത്തുകാരാണെന്നൊക്കെ നമ്മൾ പറയും. കുറ്റപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഈ അനുഭവം വന്ന എന്തോ എന്ന് പറ. വൈകിട്ട് 6 മണിക്ക് നമ്മൾ കൊണ്ട സാധനമൊക്കെ അങ്ങോട്ട് ഇറക്കി, ചട്ടിയും കലവും പാത്രങ്ങളൊക്കെ മാറ്റിവെച്ച് കട്ടിലുമൊക്കെ വിരിച്ച് ഇനിയും സ്വസ്ഥമായിട്ട് ഇവിടെ കിടക്കാമെന്ന് കണ്ടപ്പം രാവിലെ മേഘം പോകുന്നു. എന്തോ പറയും, ഒന്ന് നടുന്ന് പുറത്തിരിക്കാമെന്ന് കണ്ടപ്പോഴത്തേക്കും കഴിഞ്ഞു. മേഘം പോയാൽ കൂട്ടത്തിൽ പോയേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, 12 മണിക്കൂർ മേഘം നിന്ന സാഹചര്യം. അടുത്തത് അടുത്തത് ചിലപ്പോൾ 24 മണിക്കൂർ, ഒരു ദിവസം കിട്ടും. ഇസ്രായേൽ മക്കളുടെ യാത്രയാ, 40 ദിവസത്തെ യാത്ര. ഞാൻ പറഞ്ഞല്ലോ, 12 മണിക്കൂർ ക്യാമ്പ് ചെയ്ത സ്ഥലങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം കിട്ടും, 24 മണിക്കൂർ. അടുത്തത് ആ ആ ആ മതി. അവിടെ വായിച്ച ഭാഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ. 12 മണിക്കൂർ, 24 മണിക്കൂർ, ഒരു മാസം, 2 ദിവസം, ഒരു മാസം, ഒരു വർഷം. ഇത്രയുമൊക്കെ ആ മേഘത്തിന്റെ ആ നിൽപ്പ്. ഈ യാത്ര അത്ര സുഖകരമായ യാത്രയാണ്. ഇസ്രായേൽ മക്കൾ പിറുപിറുത്തു എന്ന് നമ്മൾ വായിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സാഹചര്യമായിരുന്നു എല്ലാവർക്കും ഒന്ന് ചിന്തിച്ചു നോക്കാം. പിറുപിറുക്കുമോ? ആൻസർ നിങ്ങളോട് പറഞ്ഞാൽ മതി. ഒന്ന് സെറ്റിൽഡ് ആയെന്ന് കാണുമ്പോഴത്തേക്കും ഒറ്റപ്പോക്ക. കാരണം അവിടെ പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. ഈ ട്രാൻസ്ഫർ ഓർഡർ സ്വർഗത്തിൽ നിന്നാണ്. പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല, കാരണം വെയിലടിക്കാൻ തുടങ്ങും. ഓടിയേ പറ്റത്തുള്ളൂ. ആ യാത്ര, ഇവർ യാത്ര ചെയ്യുമ്പോൾ ഈ യാത്ര പലപ്പോഴും ഒരു ഭാരമാവട്ടെ. ഈ ഭാരം കൊണ്ട് ഇവർ ദൈവത്തോട് പിറുപിറുത്തു പോയി. എന്നാൽ അടുത്തൊരു ചിന്തയോടെ ഞാൻ പറഞ്ഞ ആ ഭാഗത്തേക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭാരം ഉള്ള യാത്ര, ഞാൻ പറഞ്ഞല്ലോ, ഈ ലഗേജും എടുത്തുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ കാണും, തീരെ പൊടിക്കുഞ്ഞുങ്ങൾ കാണും. ഇവരെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന യാത്രയിൽ കൈക്കുഞ്ഞുങ്ങളെ എടുക്കേണ്ടി വരും, ഈ സാധനങ്ങൾ ചുമക്കേണ്ടി വരും. ഇങ്ങനെ അനവധി യാത്ര ചെയ്യുമ്പോൾ ഇവർ ചിലതൊക്കെ വേണ്ടാന്ന് വെക്കും. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ ഞാൻ അവരുടെ ചരിത്രം വേഗത്തിലൊന്ന് ഓർപ്പിച്ചു പോകാം. ഒരു സ്ഥലത്ത് ചെന്ന് ക്യാമ്പ് ചെയ്തു. 2 മാസമാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ 1 വർഷമാകട്ടെ. അവിടെ ചെന്നപ്പം അച്ചായൻ പറഞ്ഞു, അമ്മാമ്മയോട് പറഞ്ഞു, ഇന്ന് ദോശ ഉണ്ടാക്കാം. അമ്മാമ്മ പറഞ്ഞു, അതിനാട്ടുകല്ല് അവിടെ ഇട്ടേച്ചല്ലേ പോന്നെ. കഴിഞ്ഞ ക്യാമ്പിന് പോരാൻ നേരം അച്ചായൻ പറഞ്ഞില്ലേ, അത് വലിയ ഭാരമാ, എന്നാ നീ പുട്ടുണ്ടാക്ക. അമ്മാമ്മ പറഞ്ഞു, ഒരലും കളഞ്ഞേച്ചാ പോന്നെ. എന്നാ പിന്നെ ഈ മന്ന എല്ലാം കൂടെ കലത്തി പുഴുങ്ങി നമുക്കങ്ങ് തിന്നാം. അതിന് കലവെന്തിയ? ഞാൻ പറഞ്ഞതാ കലവെങ്കിലും എടുക്കാൻ. അച്ഛൻ എന്തോ പറഞ്ഞു, ഓ ഇതും കൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ഈ ഭാരം ചുമ്മിക്കൊണ്ട് പോയിരുന്നാൽ ഉള്ള ഗുണം എന്നാ? കൂടെ ഉണ്ടോ നിങ്ങൾ? അടുത്ത സൈറ്റിൽ ചെന്നപ്പം വല്ലതും കഴിക്കണമെങ്കിൽ ഇതുണ്ടായിരുന്നേൽ വല്ലതും ചുവനേരെ കഴിക്കാമായിരുന്നു. വേദോസം എടുത്ത്, ഇത് വേദോസത്തിലുള്ള കാര്യം. ഞാൻ നിങ്ങളുടെ പലരുടെ മുഖം കണ്ടിട്ട് പാസ്റ്റർ കയ്യിൽ നിന്ന് എടുത്ത് പറയുകയാണോ? പറഞ്ഞാൽ മതി. എടുത്ത് സംഖ്യാപുസ്തകം അതിൻ്റെ 8-ാം വാക്യം വായിച്ചേ. അത് തൊട്ട് മേള് തൊട്ടങ്ങ് വായിച്ചോളൂ. 7 തൊട്ട് വായിച്ചോ. മന്നായോ തിരികല്ലിൽ പൊടിച്ചിട്ടോ, ആട്ടുകല്ല്. അടുത്തോട് വായിച്ചേ. മതി. ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചത്, മഞ്ഞു പൊഴിയുന്ന കൂട്ടത്തിൽ മന്ന പൊഴിയും. രാവിലെ വെയിൽ മൂക്കുന്നതിന് മുമ്പ് ഇത് പറക്കിയെടുക്കണം. പുറപ്പാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വെയിൽ മൂത്താൽ മന്ന കിട്ടത്തില്ല. കാരണം മഞ്ഞിന്മേലാണ് ഈ മന്ന ദൈവം പൊഴിച്ചു കൊടുത്തത്. ദൈവത്തിന്റെ ആ പദ്ധതികളൊക്കെ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ എത്ര സ്തോത്രം ചെയ്താൽ പറ്റും. മരുഭൂമിയിൽ മണലിന്മേൽ മന്ന ദൈവം പൊഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ പറക്കിയെടുക്കുന്നവൻ വീട്ടിൽ ചെല്ലുമ്പോൾ പകുതി മണല. ഈ മണ്ണ് മാറ്റിയിട്ട് വേണം ഇവർ മന്ന ഉണ്ടാക്കാൻ. ദൈവം തീരുമാനിച്ചു, നീ മണ്ണിനെടുക്കണ്ട. ദൈവം അതിനു മുമ്പ് മഞ്ഞ് പൊഴിച്ചു.
അല്പം കൂടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ ഒരു പ്ലേറ്റ് പോലെ മഞ്ഞ് ഭൂമിയിൽ കിടക്കുന്നു, മഞ്ഞിന്മേൽ ദൈവം മന്ന പൊഴിച്ചു. മാലിന്യമില്ലാത്ത ശുദ്ധമായ മന്നായ ദൈവം അവർക്ക് കൊടുത്ത്. ദൈവമക്കൾ വളരെ വിവരത്തോടെ ഓർക്കണം, ദൈവം തരുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഞാൻ അതിനകത്ത് അധ്വാനിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അധ്വാനം കൂടെ ദൈവം എന്നെ ഒന്നുകൂടെ ഫ്രീ ആക്കിക്കൊണ്ട് ദൈവം ഏറ്റവും ബെസ്റ്റാണ് എനിക്ക് തന്നത്. പക്ഷെങ്കിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലുണ്ട്, വായിക്കണ്ട, ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാം. ഈ മന്ന വെയിൽ മൂത്താൽ മഞ്ഞുരുകിപ്പോ. ഞാനൊന്നുകൂടെ വ്യക്തമാക്കട്ടെ, ഈ മന്ന ദൈവം പൊഴിച്ചത് മഞ്ഞിന്മേൽ പൊഴിച്ചിട്ട മന്ന വെയിൽ മൂത്താൽ മഞ്ഞുരുകിയാൽ മന്ന മണ്ണിലെത്തും. ലേറ്റായി ചെല്ലുന്നവന് കിട്ടുന്നത് എന്തുവാ? മണ്ണിൽ വീണ മന്നായ. ദൈവത്തിന്റെ നന്മകളും കൃപകളും സമയത്ത് ചെന്ന് വാങ്ങിച്ചോണം. എന്നെങ്കിലും കിട്ടട്ടെ, വന്നെങ്കിൽ വരട്ടെ, കിട്ടിയാ കിട്ടട്ടെ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കരുത്. പ്രശ്നമാകും മുമ്പ്, വെയിൽ മൂക്കും മുമ്പ് നീ മന്ന പറക്കിയെടുത്ത അത് അനുഗ്രഹമാണ്. യെസ്, ഹല്ലേലൂയ. ഞാൻ വീണ്ടും വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഈ പറഞ്ഞ മന്ന ഇവർ ഭക്ഷിച്ച വിധമാണ് ഞാൻ അവിടെ ഓർപ്പിച്ചത്. നമ്മളവിടെ വായിച്ചല്ലോ, മന്ന അവർ വീണ മന്നായെ അവർ പറക്കിയെടുത്തു. വീണ്ടും വായിച്ചു ആ വാക്യം, 8-ാം വാക്യം ഒരിക്കൽ കൂടെ വായിച്ചോളൂ. ജനം നടന്ന് പെറുക്കി അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്യാമ്പ് സൈറ്റിൽ ഇവർ തീരുമാനിച്ചു ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ദൈവം നിർബന്ധിക്കത്തൊന്നുമില്ല. മേഘം പൊങ്ങി, നീ പോകുന്നെങ്കിൽ ആട്ടുകല്ലും കൊണ്ട് പോകുന്നേ പൊക്കോ, അത് ഭാരമാണെങ്കിൽ നീ കൊണ്ടുപോകണ്ട, അവിടെ കടന്നോട്ട്. പക്ഷെ അടുത്തടുത്ത് ചെല്ലുമ്പോൾ നീ ആഗ്രഹിച്ച പലതും കിട്ടത്തില്ല. ഒരൽ എനിക്ക് വേണ്ട, ദൈവം നിർബന്ധിക്കത്തില്ല. അവിടെ ചെന്നേച്ച് നിന്റെ ആഗ്രഹം പറഞ്ഞാൽ നടക്കത്തില്ല. കലം ഭാരമാണെന്ന് പറഞ്ഞ കലം ഇട്ടിട്ട് പോയാൽ അടുത്തടുത്ത് ചെല്ലുമ്പോൾ നിന്റെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. ഇന്ന് മക്കൾ ദൈവമക്കളെ ഞാൻ ഉറപ്പിച്ചോട്ടെ, നമുക്ക് വഹിക്കാൻ കൊണ്ട നടക്കാൻ ദൈവം ചിലത് തന്നിട്ടുണ്ട്. എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? ഞാൻ ഒരിക്കലും പറയല്ലേ എനിക്കിത് വേണ്ട, ഇത് ഭാരമാ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ദൈവം എനിക്ക് തന്നത് ചിലത് ഞാൻ ഉപേക്ഷിച്ചാൽ നാളുകളിൽ എനിക്ക് നേട്ടമാകേണ്ടതിനെയാണ് ഞാൻ കളഞ്ഞു പോയത്. കൃപ, ദൈവകൃപ വളരെ ഗൗരവത്തോടെ ദൈവം ഓർക്കണം. എന്റെ ഭാരം ചുമക്കാമെന്ന് പറഞ്ഞൊരു കർത്താവ്, നമ്മൾ വായിച്ച വാക്യത്തിൽ അങ്ങനെ നമ്മൾ വായിച്ചത്, നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്നൊരു കർത്താവ്. അങ്ങനെയെങ്കിൽ എനിക്ക് ഭാരം തന്നത് ഞാൻ ചുമക്കാനല്ല, എന്റെ ഭാരം എന്റെ കർത്താവിന്റെ മേൽ ഇട്ടുകൊണ്ട് എന്റെ കർത്താവിനോടൊപ്പം യാത്ര ചെയ്താൽ ഈ ഭാരം എന്നെ സംബന്ധിച്ചോളം ഒരു അനുഗ്രഹമാണ്. കൃപ, ദൈവകൃപ. പലപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ഇന്ന ഭാരമേറിയ വിഷയത്തെ നീ പരിഹരിക്കണമേ. ദൈവം പരിഹരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ എൻ്റെ ജീവിതകാലത്ത് കൊണ്ടു നടക്കേണ്ട ചില ഭാരങ്ങൾ എൻ്റെ കർത്താവ് എനിക്ക് തന്നിട്ടുള്ളത് ഞാൻ ഇട്ടെറിയരുത്. എനിക്ക് നാളുകളിൽ അത് നേട്ടമാകാനാ കർത്താവ് തന്നതെങ്കിൽ ആ നേട്ടത്തെ ഞാൻ വേണ്ടാന്ന് വെക്കരുത്. യെസ്, ഹല്ലേലൂയ. മാത്രമല്ല ഇത് എത്ര കാലത്തേക്കുണ്ട്? അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷ നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം ഒന്ന് എടുത്താട്ടെ, 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിച്ചോളൂ. മതി. അങ്ങനെയെങ്കിൽ നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഈ കാലത്തിലെ കഷ്ടം സാരമാകുന്നത് എപ്പോഴാണ്? തേജസ്സിനെ കുറിച്ചുള്ള ബോധ്യമില്ലാത്തപ്പോഴാണ്. എന്നിൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുന്നു, എന്റെ ഈ അവസ്ഥ മാറുന്നു, ഞാൻ വിൻശരീരം പ്രാപിക്കുന്നു, മർത്യമായതിൽ നിന്ന് അമർത്യമായതിലേക്ക് എനിക്കൊരു രൂപാന്തരം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ കഷ്ടവും വരുമ്പോൾ ഞാൻ ഓർക്കേണ്ടത് നിത്യതയാണ്. ഈ ഭാരവും കൊണ്ട് ഞാൻ അവിടെ എത്തിയാൽ എന്നിൽ വെളിപ്പെടാനുള്ള തേജസ്, അതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഈ കാലത്തിലെ കഷ്ടം എനിക്കൊരു സാരമല്ല. യെസ്, ഹല്ലേലൂയ. ഒരു വലിയ പ്രതിഫലം എനിക്ക് ലഭ്യമാകുന്നു എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി കിടന്ന് പാടുപെടുന്ന കഷ്ടപ്പാട് ഒരു കഷ്ടപ്പാടല്ല. കാരണം എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് നേട്ടമുണ്ട്.
ഒരു കഠിനമായ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? ഏത് ജോലിയുമാകട്ടെ, ആ ജോലിയൊക്കെ ഭാരമുള്ളതാണ്. ജോലി ചെയ്യുന്നവർ കരഞ്ഞുകൊണ്ട് ജോലി ചെയ്യത്തില്ല. അവർക്കറിയാം, ഈ ജോലി ചെയ്താൽ ഈ ജോലിക്ക് ശേഷം എനിക്കൊരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തെ വിചാരിക്കുന്നവൻ കഷ്ടപ്പാടിനെ ഓർക്കത്തില്ല. ഞാൻ വീട്ടിൽ പറയുന്നു, കഷ്ടപ്പാടെന്ന് പറയുന്നെങ്കിൽ എനിക്ക് ലഭിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ബോധ്യം എനിക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് നമുക്ക് ദൈവത്തിനൊന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, നമ്മിൽ, ഇനി ഒന്നുകൂടെ ചേർത്ത് പറയട്ടെ, എന്നിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ലെന്ന് ഞാൻ എണ്ണുക. നമുക്ക് ദൈവസന്നിധിയിൽ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഭാരം കയറി വരുമ്പോൾ ഇതൊരു നേട്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നിലൊരു തേജസ് വെളിപ്പെടും. ആ തേജസ്സിനെ കുറിച്ചുള്ള ബോധ്യം എനിക്ക് തരണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വെളിപ്പെടാനുള്ള തേജസ്, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടം, ഇതേക്കുറിച്ച് ഒരു വാക്കോട് ഞാൻ ഓർപ്പിക്കാം. കൊരിന്ത്യർ ലേഖനം കൊണ്ടെടുത്താട്ടെ, 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചോളൂ. ഇംഗ്ലീഷോടെ വാക്യം ഒന്ന് വായിച്ച 2 കൊരിന്ത്യർ 4:17. 2 Corinthians chapter 4 verse 17. For a light affliction which is but for a moment is working for us a far more exceeding and eternal weight of glory. അവിടെ 1-2 പദം പറഞ്ഞ് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. ഭാരം, ഞാൻ പറഞ്ഞല്ലോ, ഇത് നേട്ടമാണ്. വേണ്ടാന്ന് പറയല്ലേ. എനിക്ക് ഭാരം വേണ്ടെങ്കിൽ എൻ്റെ നേട്ടം ഇല്ലാതാക്കുക. നന്മയെ ഞാൻ ഉപേക്ഷിക്കുന്നത്, ഭാരത്തെ അല്ല ഉപേക്ഷിക്കുന്നത്, തിരിച്ചറിഞ്ഞോണം. ഇനി ഈ ഭാരത്തിന്റെ ഒരു പ്രത്യേകത, ആ വാക്യം വളരെ ഗൗരവത്തോടെ നമ്മളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അങ്ങനെയെങ്കിൽ ഈ ഭാരം എത്ര നേരത്തേക്കുണ്ട്? നൊടി നേരത്തേക്ക്, സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ്, ഒന്ന് ഞൊടിക്കുന്ന നേരമേ ഉള്ളൂ നിത്യതയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇവിടുത്തെ കഷ്ടം നൊടി നേരത്തേക്ക്. ഇനി ഈ കഷ്ടം എങ്ങനത്തെ കഷ്ടമാണ്? എഴുതിയിട്ടുണ്ടല്ലോ അവിടെ തന്നെ, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ഒന്ന്, ഈ ഭാരം നൊടി നേരത്തേക്ക്. 2, ഇത് ലഘുവ, ലൈറ്റാ, തൂവല് പോലെ ഉള്ളൂ. തൂവല് തലയെ വെച്ചാൽ ഭാരമാണോ? നമുക്ക് പലതും ഭാരമായിട്ട് തോന്നുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ആ മനോഭാവമാണ്. എന്റെ മനോഭാവം അറിയാൽ പലതും ഭാരമല്ല. ഞാൻ ചോദിച്ചേ, അടുക്കള ജോലി ഭാരമല്ലേ? എന്തുകൊണ്ടാണ് ഭാരമല്ലാതെ തോന്നുന്നത്? അതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് രുചികരമായ ആഹാരം കൊടുക്കാൻ കഴിയുന്നല്ലോ, ഈ സംതൃപ്തി വരുമ്പോൾ ഇതൊരു ഭാരമാണോ? മക്കളെ വളർത്തി ഒരു നിലയിലെത്തിക്കുക, അതും ഒരു ഭാരമാണ്. പക്ഷെ മാതാപിതാക്കൾ അത് ഭാരമായിട്ട് കാണാത്തതിന്റെ കാരണം എന്നാ? അവർക്കറിയാം, എൻ്റെ കുഞ്ഞിന് നല്ലൊരു ഭാവി കിട്ടണമെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. ആരെങ്കിലും മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടോ, അയ്യോ എന്നോ ഭാരമായി പിള്ളേരെ വളർത്തുന്നത്? പറഞ്ഞിട്ടില്ല. ഭാരമാണെങ്കിലും നിങ്ങൾ പറയുന്നില്ല. കാരണം മനസ്സിലൊരു തൃപ്തിയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ട്, എൻ്റെ തലമുറ ഉയരത്തിലെത്തും. ഞാൻ പറഞ്ഞല്ലോ, മനോഭാവം മാറാമോ? നൊടി നേരത്തേക്കുള്ള കഷ്ടത്തെ എനിക്ക് ലഘുവായി കാണാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, 1, ഈ കഷ്ടം നൊടി നേരത്തേക്ക്. 2, ഇത് ലഘു. വായിച്ചു അടുത്തൂടെ. നൊടി നേരത്തേക്കുള്ള അത്യന്തം അനവധി തേജസ് കിട്ടാൻ ഈ കഷ്ടം എനിക്കൊരു മുഖാന്തരമാകുന്നു. ചേർത്താൻ വായിച്ചോളൂ. വായിച്ചതിന് ശേഷം പറയാം. അത്യന്തം അനവധിയായി. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ ഓർത്തോണം, ഭാരത്തെ എടുത്ത അറിയല്ലേ, ഭാരത്തെ വേണ്ടാന്ന് പറയല്ലേ. ഇത് നൊടി നേരത്തേക്കേ ഉള്ളൂ, ഇത് ലഘുവാണ്, അത്യന്തം. ഇംഗ്ലീഷ് വാക്യം എന്ന് വായിച്ച് ഭാഗം അല്പം കൂടെ ക്ലിയർ ആണ്. For a light affliction, which is but for a moment, is working for us a far more exceeding and eternal weight of glory. Far more exceeding eternal weight of glory. അങ്ങനെയെങ്കിൽ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം, ഈ ഭാരം അത്യന്തം അനവധിയായി എന്റെ തേജസ്സിന്റെ കനം കൂട്ടുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഭാരം കുറച്ചാൽ തേജസ്സിന്റെ കനം കുറയും, ഭാരം കൂട്ടിയാൽ തേജസ്സിന്റെ കനം
നേരത്തെ പറഞ്ഞ ആ ഉദാഹരണം ഞാൻ ഒന്നുറന്ന് പറഞ്ഞോട്ടെ. ആട്ടുകല്ല് വേണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരല് കൊണ്ട് ഉണ്ടാക്കാവുന്നത് കിട്ടും. ആട്ടുകല്ലും ഒരലും വേണ്ടാന്ന് പറഞ്ഞാൽ കലം കൊണ്ട് ഉപയോഗിക്കാവുന്നത് കിട്ടും. ഇത് മൂന്നും ഉണ്ടെങ്കിലോ 3 വെറൈറ്റി ഫുഡ് കഴിക്കാം. എന്തോ വേണമെന്ന് നമ്മൾ തീരുമാനിച്ചോ. ഇത് ഭാരമല്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് ഭാരമല്ല. ഇത് നൊടി നേരത്തേക്കേ ഉള്ളൂ. എന്റെ മനോഭാവം മാറിയാൽ ഇത് ഭാരമല്ല. ഭാരമെന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ കയറിയാൽ എല്ലാം ഭാരമാണ്. നമുക്കറിയാമല്ലോ, ഒരാൾക്ക് രോഗിയെന്ന് തോന്നിയാൽ അവര് രോഗിയാണ്. എന്നാൽ രോഗമുണ്ടെങ്കിലും ദൈവം എന്നെ നടത്തുമെന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്ക് പകുതി രോഗം മാറിക്കിട്ടി. വൈദ്യശാസ്ത്രം പറയുന്നൊരു സത്യം ഇപ്രകാരം ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ രോഗിയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇങ്ങനെ പറ, ഇന്നലത്തേക്കാൾ ആരോഗ്യം എനിക്കുണ്ട്. നിങ്ങളുടെ വാ കൊണ്ട് പറഞ്ഞ് നിങ്ങളുടെ ചെവിയിലൂടെ അത് കേട്ട് നിങ്ങളുടെ ശരീരത്തിലൂടെ വ്യാപരിക്കുന്നത് ആരോഗ്യമാണ്. എന്ന് എഴുന്നേറ്റ് പറയോ, ഇന്നലത്തേക്കാൾ ക്ഷീണമാണ്. ആ പറച്ചിലിൽ തന്നെ അങ്ങ് ക്ഷീണം വ്യാപിക്കുക. ദൈവമക്കളെ, ദൈവം ഞാൻ പറഞ്ഞല്ലോ, മനോഭാവം മാറാമോ ഭാരമൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഒന്നും ഒരു ഭാരമല്ല. ദൈവം ഭാരമുള്ളത് തന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പം അത് പറയുന്നതിനകത്ത് ബുദ്ധിമുട്ട് തോന്നല്ലേ. ചിലപ്പം തോന്നും ഭാര്യ ഒരു ഭാരമാണ്, ഭർത്താവ് ഒരു ഭാരമാണ്, മക്കളൊരു ഭാരമാണ്. ദൈവം ഭാരമാണോ തന്നത്? ഭാര്യയെ തന്നത് ദൈവമാ, ഭർത്താവിനെ തന്നത് ദൈവമാ, മക്കളെ തന്നത് ദൈവമാ. അങ്ങനെയൊക്കെ ദൈവം ഭാരമല്ല തന്നത്. അവരെ നീ കൊണ്ട നടന്നാൽ അതൊരു നേട്ടമാ, അനുഗ്രഹമാ. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്ക് കിട്ടിയതൊന്നും ഭാരമല്ല, എന്റെ കൈ ദൈവം തന്നതൊക്കെ നേട്ടമാ. കൃപ, ദൈവകൃപ. ഒരു ലേഖനത്തിലെ ആ വാക്ക് ഞാൻ ഒരിക്കലും പറയുന്നു, നൊടി നേരത്തേക്കുള്ള ലഘുവായ സങ്കടം അഥവാ കഷ്ടം, ഭാരം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഖനം പ്രാപിപ്പാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്നത് കൊണ്ട് കർത്താവേ, ഇതൊന്നും എനിക്കൊരു ഭാരമല്ല, ഇത് നേട്ടമാണെന്നുള്ള തിരിച്ചറിവോട് മുന്നേറാൻ എന്നെ സഹായിക്കണമേ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഇനിയും നമ്മൾ സ്വയം എടുത്തു വയ്ക്കുന്ന ചില ഭാരങ്ങളുണ്ട്. വഴിയെ പോകുന്നതിനെ എടുത്ത് തലേ വയ്ക്കും. ആ ഭാരം, അതിന് ദൈവം ഉത്തരവാദിയല്ല. ഒരു വാക്യം വായിക്കാം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. 37-ാം അധ്യായത്തിന് 33-ാം വാക്യം പഠിച്ചു. തൊട്ട് മുകളിലൂടെ ചേർത്ത് വായിച്ചു. അവർ നിലയെങ്കിൽ അവരുടെ അപ്പൻ്റെ അടുക്കൽ കൊടുത്തയച്ചു. ആ ആ ആ വായിച്ചു അടുത്തൂടെ. മതി, അതിന്റെ പശ്ചാത്തലം ദൈവമക്കൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ജോസഫിന്റെ സഹോദരന്മാർ ഒരാടിനെ കൊന്ന് ആ രക്തത്തിൽ ജോസഫിന്റെ അങ്കി മുക്കി ഈ രക്തം പുരണ്ട അങ്കി അപ്പൻ്റെ അടുക്ക കൊടുത്തു വിട്ടപ്പോൾ യാക്കോബ് പറഞ്ഞൊരു വാക്കാണ് നമ്മൾ വായിച്ചത്. ഞാൻ ചോദിച്ചോട്ടെ, മുമ്പ് എനിക്ക് പറഞ്ഞത് എങ്കിലും ഒന്നുകൂടെ ആവർത്തിക്കുന്നു. യാക്കോബിനോട് ആരാ പറഞ്ഞത് ജോസഫിനെ കാട്ടുമൃഗം കടിച്ചു കീറിയെന്ന്? ആരും പറഞ്ഞില്ല. 37-ാം വാക്യം നമ്മൾ വായിച്ചത്, 36-ൽ വായിച്ചത്. ഒന്ന് വായിക്കാമോ? അത് ഒന്ന് ഒരിക്കൽ കൂടെ. 36-ല്ലേ വായിച്ചത്? അതോ 32? ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി. മതി, ഈ സഹോദരന്മാർ ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പാ, ഞങ്ങൾക്ക് ഒരു ഉടുപ്പ് കിട്ടി, രക്തം പുരണ്ട ഉടുപ്പാ. ഇത് ജോസഫിന്റെ ആണോ അല്ലയോ? ഇതേ അവർ ചോദിച്ചുള്ളൂ.
ജോസഫിനെ കാട്ടുമൃഗം കടിച്ചെന്നൊന്നും മക്കൾ പറഞ്ഞില്ല. ജോസഫിന്റെ മറുപടി വായിച്ചോ, അടുത്ത വാക്യം. അതെന്റെ മകന്റെ അങ്കി തന്നെ. മതി. ഇതാ വന്ന പ്രശ്നം. ജോസഫിന്റെ അങ്കി കണ്ടപ്പം തിരിച്ചറിഞ്ഞു വെച്ചാൽ മക്കള് പറഞ്ഞില്ല, നാട്ടുകാര് പറഞ്ഞില്ല, കൊണ്ട കൊടുത്തോൻ പറഞ്ഞില്ല. യാക്കോബ് പറഞ്ഞു, ഇത് എന്റെ മകന്റെ അങ്കി, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു. കരച്ചിലും തുടങ്ങി. ഞാൻ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, രൂബൻ, ശിമയോൻ, ലേവി, യഹൂദ, ബാക്കി 10 മക്കൾ പേടിച്ചു. അപ്പന്റെ അടുക്കൽ ചെന്ന് ഇനി എങ്ങനെ വല്ലതും പറയുന്നേ? അപ്പ എന്ന് പറഞ്ഞ് അടുക്കള ഇങ്ങോട്ടൊരുത്തിനും വരണ്ട. പുള്ളി മുറിക്കകത്ത് കയറി കഥ അടച്ചു. കഥകിന് കൂട്ടി, അപ്പച്ചാ കാപ്പി, എനിക്ക് കാപ്പി വേണ്ട, വല്ലതും കഴിക്കാൻ വാ, എനിക്കൊന്നും വേണ്ട. ഇനി അല്പം കൂടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ അവർ പറഞ്ഞു കാണും, അച്ഛാ പാസ്റ്റർ വന്നു പ്രാർത്ഥിക്കാൻ. ഇവിടെ ആരും പ്രാർത്ഥിക്കണ്ട. അപ്പച്ചനിപ്പോ എവിടെ ഇരിക്കോ? മുറിക്കകത്ത്. എന്തോ പറഞ്ഞോണ്ട? മോനെ കാട്ടുമൃഗം, ദുഷ്ടമൃഗം കടിച്ചു തിന്നു. വ്യക്തമായിട്ട് ഓർത്തോണം, ഈ ഭാരം സ്വയം എടുത്തു വെച്ചത്. വളരെ ഗൗരവത്തോടെ നമ്മൾ ഓർക്കണം. തന്റെ മക്കളോ നാട്ടുകാരോ വീട്ടുകാരോ പറഞ്ഞല്ല ഈ ഭാരം താൻ എടുത്ത് തലയെ വെച്ചത്, സ്വയം എടുത്തു വെച്ച ഭാരം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, വേണ്ടാത്ത ചില ഭാരം എടുത്ത് നമ്മൾ തലയെ വെക്കും. ഇനിയും ഇത് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ അല്പം ആശ്വാസം കിട്ടും. ആശ്വസിപ്പിക്കാൻ കഴിയുന്നവർ, എല്ലാവരോടും ചിലപ്പം പറഞ്ഞാൽ പറ്റുന്നിരിക്കത്തില്ല, നിങ്ങൾക്ക് ബോധ്യമുള്ളവർ അഥവാ പ്രാർത്ഥിക്കുന്നവർ, അവരോടെങ്കിലും ഒന്ന് പങ്കുവെച്ചാൽ നിങ്ങളുടെ ഭാരം കുറെ മാറി കിട്ടും. അന്നേരം പറയുന്നത്, എനിക്ക് പ്രാർത്ഥനയും വേണ്ട, കൂട്ടായ്മയും വേണ്ട, ആരെയും കാണണ്ട, കഴിക്കണ്ട, കുടിക്കണ്ട, ഞാൻ ഇങ്ങനെ കഴിഞ്ഞോളാം. ആ ഇരിപ്പ് നമുക്കറിയാമല്ലോ. യാക്കോബ് ഇരുന്നത് 22 വർഷമാണ്. യാക്കോബിനോട് ചോദിച്ച, യാക്കോബേ ഈ ഭാരം എവിടുന്ന് വന്നതാ? ഇനി ഞാൻ ചോദിച്ചോട്ടെ, ആദ്യത്തെ ചിന്തയിലോട്ട് ഒന്നുകൂടെ മടങ്ങി വരുന്നു. ഈ ഭാരം നേട്ടമുണ്ടാക്കിയോ? ഇല്ല. ഈ ഭാരം തന്റെ ജീവിതത്തിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്തുക. ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവിടെ ഒരു പ്രത്യേക പദം എഴുതിയിട്ടുണ്ട്. യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ചൈതന്യം നഷ്ടപ്പെട്ട 22 വർഷം. യെസ്, ഹല്ലേലൂയ. യാക്കോബേ, നിന്റെ ജീവിതത്തിൽ ചൈതന്യം നഷ്ടപ്പെട്ടത് വേണ്ടാത്ത ചിലത് നീ എടുത്ത് തലേ വെച്ചു. കൃപ, ദൈവകൃപ. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കട്ടെ. യാക്കോബ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. യോസേഫിനെ പറിച്ചു കീറി ദുഷ്ടമൃഗം അവനെ തിന്നുവെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജോസഫിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തേക്ക് ജോസഫ് നടന്നെടുത്തോണ്ടിരിക്കുക. കൃപ, ദൈവകൃപ. ഞാൻ ഒന്നുള്ളത് വ്യക്തമാക്കാം. അപ്പൻ ഈ അങ്കി കണ്ടുകൊണ്ട് നിലവിളിക്കുമ്പോൾ ജോസഫ് മിദ്യാന കച്ചവടക്കാരുടെ കയ്യിൽ അടിമച്ചന്തയിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക. അവിടെ നിന്നാണ് പൊത്തിഫറിന്റെ ഭവനത്തിൽ എത്തുന്നത്, അവിടെ നിന്നാണ് കുണ്ടറയിലെത്തുന്നത്, അവിടെ നിന്നാണ് രാജസിംഹാസനത്തിൽ എത്തുന്നത്. ആ യാത്രയുടെ തുടക്കമായിരുന്നു ജോസഫിന്റെ ജീവിതത്തിൽ. എന്നാൽ ഇത് തിരിച്ചറിയാൻ കഴിയാതിരുന്ന അപ്പൻ സ്വയം എടുത്തു വെച്ച ഭാരവും കൊണ്ട് നീണ്ട കാലം ദുഃഖിച്ചിരിക്കുക. ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കോട് അവസാനിപ്പിക്കും പറഞ്ഞോട്ടെ. പലപ്പോഴും ഒത്തിരി ഭാരം നമ്മൾ എടുത്തു വെക്കാറില്ലേ? സംഭവിക്കാത്തത്, സംഭവിക്കാൻ സാധ്യതയില്ലാത്തത് സംഭവിച്ചെന്ന് പറഞ്ഞ് മനസ്സിലൂടെ ചിന്തിച്ച് ഏതാണ്ടൊക്കെ പറഞ്ഞ്, എന്നാൽ ആരെങ്കിലും ഒന്ന് കടന്നു വന്ന് പ്രാർത്ഥിച്ച് 2 വചനം പറഞ്ഞ് ആശ്വസിപ്പിക്കാമെന്ന് കണ്ടാൽ അതുപോലും വേണ്ട എന്ന് പറഞ്ഞ് ഈ ഭാരം എടുത്തുകൊണ്ട് വെക്കുന്നവരോട് ഞാൻ ഓർപ്പിച്ചോട്ടെ, അത് നേട്ടമല്ല, അത് കഷ്ടമാണ്. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്ക് വേണ്ടാത്ത ഭാരം എൻ്റെ തലയിൽ കയറരുത്. ഞാനൊരു ചെറിയ സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം, സമയം മുന്നോട്ട് പോകുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു ഫോട്ടോ, അതിൻ്റെ ഒരു അടിക്കുറിപ്പ് ഒരുപക്ഷെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഓർമ്മ വരും. വയനാട്ടിൽ ഒരു മെയിൻ റോഡിൽ ഒരു ആന ഇറങ്ങി. കാട്ടിൽ കാട് വറപ്പിച്ച ആ കൊലക്കൊമ്പൻ റോഡിലിറങ്ങി. മെയിൻ റോഡിലൂടെ ഇങ്ങനെ നടന്നു വന്നപ്പം ഒരു റോഡ് നിരപ്പാക്കുന്ന മിഷൻ കണ്ടിട്ടുണ്ടല്ലോ കുഞ്ഞുങ്ങളൊക്കെ. അതവിടെ കിടന്നപ്പം ആന നോക്കിയപ്പോൾ ഏതാണ്ട് അവൻ്റെ ഒപ്പം വലിപ്പമുള്ളൊരു റോളർ. അവിടെ ആരാടാ ഇവിടെ എനിക്കെതിരെ നിൽക്കുന്നത്? ആനയ്ക്കൊരു രസം തോന്നി. തൻ്റെ തല വെച്ച് ഇതിനെ ചെറുകെ അങ്ങോട്ട് തുള്ളിയപ്പോൾ ഇത് നീങ്ങാൻ തുടങ്ങി.
ആ റോഡ് റോളർ ഉരുട്ടിക്കൊണ്ട് പോകും. ആനയ്ക്ക് നല്ല രസം. ഇത് നീങ്ങുന്നുണ്ട്, ആന നീക്കാൻ തുടങ്ങി. ഉന്തി ഒരു ചെറിയ കയറ്റത്തെത്തി. അല്പം ഭാരം തോന്നിയെങ്കിലും വിട്ടില്ല, പിന്നെയും ഉന്താൻ തുടങ്ങി. കയറ്റം അല്പം കടുപ്പമായിരുന്നു. കുറെ കയറ്റം ഉന്തിത്തള്ളിയപ്പോഴേക്കും ആന ക്ഷീണിച്ചു. വിട്ടേച്ച് പോരാമെന്ന് കണ്ടപ്പം ഇത് കൂട്ടത്തിൽ ഇങ്ങി വരിക. പുള്ളി പിന്നെയും തോന്നുക, തല വെച്ചു. മുന്നോട്ടുമില്ല പുറകോട്ടുമില്ല, തല വലിക്കുമ്പം ഇത് കൂട്ടത്തിൽ വരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ എടുത്തിട്ടുണ്ട്. വേണ്ടാത്തത് എടുത്ത് തലയെ വെച്ചു. അടിക്കുറിപ്പില്ല. നമുക്കൊരു ചിരി വന്നു ആന ഇത് കാണിച്ചപ്പോൾ. നമ്മൾ ഈ പണിയൊക്കെ കാണിക്കുന്നില്ലേ? വേണ്ടാത്തത് വലതും എടുത്ത് തള്ളിക്കൊണ്ട് പോവുക. ഇനിയിപ്പം വിടാൻ നോക്കൂ. ഞാൻ വിട്ടാലും അത് വിടുമോ എന്നെ? കൂട്ടത്തിൽ ഇങ്ങനെ വരികയല്ലേ? നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ വഴി കിടക്കുന്നൊക്കെ കടന്നോട്ടുന്നേ, എന്തിനാ എടുത്ത് തല വയ്ക്കാൻ പോകുന്നത്? ഞാൻ അതുകൊണ്ട് കേമനാന്ന് പറഞ്ഞ് കയറി തല വയ്ക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ പലപ്പോഴും അബദ്ധത്തിൽ പറ്റുന്ന ഇങ്ങനല്ലേ? മിടുക്കന്മാർക്കാണല്ലോ കൂടുതൽ അബദ്ധം പറ്റാറുള്ളത്. ഞാൻ കേമന, എന്നെ കൊണ്ട് എന്തും നടക്കും, വഴി കിടക്കുന്ന കടന്നോട്ടുന്നേ. ഞാൻ പറഞ്ഞല്ലോ, വേണ്ടാത്ത ഭാരം എടുക്കരുത്. പക്ഷെ ആദ്യത്തെ കറക്കല്ലേ, നേട്ടമാകുന്ന ചില ഭാരങ്ങളുണ്ട്, അതിനെ കളയുകയും ചെയ്യരുത്. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകാമോ നമ്മൾ രക്ഷപ്പെട്ടു. പലപ്പോഴും നമുക്കുണ്ടാകുന്ന, ഞാൻ പറഞ്ഞല്ലോ, നേട്ടമാകാൻ സാധ്യതയുള്ള ഭാരങ്ങളെ ഉപേക്ഷിക്കും, വേണ്ടാത്ത ഭാരങ്ങളെ എടുത്ത് തലയിലും വയ്ക്കും. ഇന്ന് പകൽ എൻ്റെ വാക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവമക്കളോട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ചില ഭാരം എനിക്ക് നേട്ടമാണ്, അതിനെ ഞാൻ ഉപേക്ഷിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ട്രാൻസ്ഫർ, ദൈവം എന്നെ അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റുന്നത് എവിടെ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് ദൈവം ചിലത് ഭാരമായി തന്നെങ്കിൽ നിന്റെ അടുത്ത ഘട്ടത്തിൽ അത് നിനക്കൊരു നേട്ടമാണ്. നീ ആ ഭാരം ചുമക്കാൻ ദൈവത്തോട് പറയാം, എനിക്ക് കൃപ തന്നാൽ മതി കർത്താവേ, ഞാൻ ആ ഭാരം ചുമക്കൊണ്ട് പൊക്കോളാം. യെസ്, ഹല്ലേലൂയ. അവിടെ ചെന്ന് എനിക്ക് ഉരകല്ലിലോ ഉരലിലോ കനത്തിലോ ഒക്കെ വെറൈറ്റി ഫുഡ് കിട്ടണമെങ്കിൽ ഞാൻ ചില ഭാരം ചുമന്നേ പറ്റത്തുള്ളൂ. കർത്താവേ, ഞാൻ ഭാരം ചുമക്കാൻ തയ്യാറാണ്. മാത്രമല്ല, ഭാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഇങ്ങനെയാണല്ലോ, നൊടി നേരത്തേക്കുള്ള ലഘുവായ സങ്കടമാ ഈ ഭാരങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇത് നൊടി നേരത്തേക്കേ ഉള്ളൂ, ഇത് ലഘുവാണ്. പക്ഷെ നിത്യതയിൽ എനിക്ക് ലഭിക്കുന്നത് അത്യന്തം അനവധിയായ തേജസിന്റെ നിത്യഘനമാ നിത്യതയിൽ എനിക്ക് ലഭിക്കുന്നതെങ്കിൽ ഇന്ന് പകൽ പറ, കർത്താവേ, തേജസിന്റെ നിത്യഘനം ലഭ്യമാകാൻ ഇവിടെ തന്ന ചെറിയ ചില ഭാരങ്ങളെ ഞാൻ വഹിക്കാൻ തയ്യാറാണ്. കൃപ, ദൈവകൃപ. അതോടൊപ്പം തന്നെ മറുവശം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. യാക്കോബിനെ പോലെ വേണ്ടാത്തതെടുത്ത് തലയിൽ വെക്കരുത്. ഹല്ലേലൂയ. ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, വേണ്ടാത്ത പലതും ഞാൻ തലയിൽ വെച്ച് എന്റെ ജീവിതം പാഴാക്കാനല്ല ദൈവം എന്നെ വിളിച്ചത്. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടയ്ക്കാമോ? നമുക്ക് ഒരുമിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ട ദൈവസന്നിധിയിൽ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ? വേണ്ടാത്ത പലതും ഭാവനയിൽ ചിന്തിച്ച് അങ്ങനെ സംഭവിക്കാം, ഇങ്ങനെയാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് വേണ്ടാത്ത പലതിനെയും എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ജീവിതം പാഴാക്കരുത്. യാക്കോബേ, നിന്റെ 147 വയസ്സിലെ 22 വർഷം നീ പാഴാക്കി കളഞ്ഞു. എന്തിന്? ആവശ്യമില്ലാത്തത് ചിന്തിച്ചുകൊണ്ട്. അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ദൈവമക്കളോട് ഞാൻ ഉറപ്പിച്ചോട്ടെ, നമ്മുടെ നാളുകൾ പാഴാക്കാനുള്ളതല്ല, കർത്താവിന് വേണ്ടി നിൽക്കാനുള്ളതാ. ചില ഭാരം എന്റെ കർത്താവ് തന്നത് നാളുകളിൽ എന്റെ നന്മയ്ക്ക് വേണ്ടിയാ, എന്റെ നേട്ടത്തിന് വേണ്ടിയാ. ആ ബോധ്യമുള്ളവർക്ക് ഒരുമിച്ച് ദൈവത്തോടൊന്ന് സ്തോത്രം ചെയ്ത് ഇങ്ങനെ പറയാമോ? കർത്താവേ, ചില ഭാരം എന്റെ നേട്ടത്തിന് വേണ്ടി അങ്ങ് തന്നപ്പോൾ അതിനെ ഭാരമെന്ന് പറഞ്ഞ് ഇട്ടിട്ടോടാൻ എന്നെ അനുവദിക്കരുത്. നാളുകളിൽ എനിക്ക് ലഭ്യമാകാൻ പോകുന്ന ചില നന്മകളാണ് അവിടെ നഷ്ടമാകുന്നത്. കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങ് കരുതിയ നന്മയൊന്നും നഷ്ടമാകാതിരിക്കാൻ ചില ഭാരം എടുക്കാനുള്ള കൃപ തരണമേ. യെസ്, ഹല്ലേലൂയ. വലിയവനായ ദൈവം നമുക്കതിനിട വരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ വാക്യം ഞാൻ എനിക്ക് കൂടെ പറയുന്നു. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം, എന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടാൽ പുലർത്തുന്ന ഒരു ദൈവം. ആ ഭാരത്തെ കർത്താവിന്റെ മേലിട്ട് കർത്താവിനോടൊപ്പം യാത്ര ചെയ്താൽ
നാളുകളിൽ അതെനിക്ക് അനുഗ്രഹമാകും. നമുക്കതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങൾ അതിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ദൈവം നമ്മളെ ഇവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും.